സാക്ഷി നിർത്തി, വിശുദ്ധന്മാരെ സാക്ഷി നിർത്തി, കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷി നിർത്തി, പിതാവായ ദൈവത്തെ സാക്ഷി നിർത്തി, ആമേൻ പുത്രനെ പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി. ഇന്ന് പകൽക്കാലം ആമേൻ വെള്ളത്തിൽ സാക്ഷികരിപ്പോൾ കടന്നു വന്ന കേഫയാവിന്റെ കുതിരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഉന്നതനായ ദൈവത്തിന്റെ കരുതൽ ചലിക്കണമേ. ആമേ ആകാശത്തെ ഭൂമിയെ നിർമ്മിച്ച ആമേ ഭൂമി വായും ശൂന്യമായിരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായി, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, ഈ വെള്ളത്തിന്റെ മേലെ പരിവർത്തിക്കണമേ. മനോഹരമാക്കി തീർക്കണം. ആത്മാവിന്റെ ശക്തി വെളിപ്പെടണം. തടസ്സങ്ങളിൽ വിടിവിക്കണം. ശത്രുവിന്റെ പദ്ധതികളിൽ വിടിവിക്കണം. പാതാള ഗോപുരങ്ങൾ അവർക്കാലം പരാജയപ്പെടട്ടെ. പാതാള ഗോപുരങ്ങളെ പരാജയപ്പെടുത്തുന്നു. അതിനെ പറയുമ്പോ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വാണു. ഏകന്റെ അനുസരണത്താൽ അവനവെ മരണത്തിൽ നിന്ന് ജയം പ്രാപിച്ചു. മുന്നോടിയാകുന്ന മാനസാന്തര സ്നാനം അതിനെ പ്രകാരം നടത്തുവാൻ സ്വർഗമേ ഞങ്ങളെ അധികാരപ്പെടുത്തണമേ. വിശുദ്ധന്മാരുടെ സാക്ഷിയോടുകൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്തെയും വെള്ളത്തെയും സമൂഹത്തെയും ശുദ്ധീകരിക്കുകയാണ്. ഇന്നതിനായ ദൈവകരണ നേതൃത്വം പ്രാർത്ഥനകൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ചില വേദഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവന് എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിങ്ങൾ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല രീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗത്തിലെ ശബ്ദം ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിനാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കും. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം അവകാശമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. പകൽക്കാലം നടക്കാൻ പോകുകയാണ്. അത് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. സ്നാനമേറ്റ് വരുമ്പോൾ കർത്താവെ അവൻ്റെ ശരീരത്തിനകത്ത് പുറത്തുണ്ടാകുന്ന എല്ലാവിധ രോഗത്തെയും ദൈവം എടുത്തു മാറ്റി കർത്താവെ ക്രിസ്തുവിന് വേണ്ടി വിശ്വസിക്കുന്നവന് ആമേൻ വചനപ്രകാരം പറഞ്ഞിരിക്കുന്നത് പോലെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ ഞങ്ങൾ സ്നാനം കൽപ്പിക്കുന്നു. ഇന്ന് മുതൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ വിശ്വസ്തനായിരിക്കുക. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പകൽക്കാലം യോർദാന്റെ തീരപ്രദേശത്ത് യോഹന്നാനാൽ സ്നാനമേൽക്കാൻ കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നു. യോഹന്നാൻ അവനെ വിലക്കിയെങ്കിലും യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, സകല നീതിയും നിവർത്തിക്കുന്ന ഞങ്ങൾ സ്നാനം എന്നുള്ളത് ദൈവത്തോടുള്ള സഖ്യതയും നീതിയാണ്. ജലം ധാരാളം ബാക്കി വന്നിട്ടുണ്ട്. സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്. ജലം, ആത്മാവ്, രക്തം. ഇവരുടെ സാക്ഷ്യം ഒന്നായിരിക്കുന്നത് കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഇതുവരെ ആയിരിക്കാത്തത് കൊണ്ട് ജലം വിളിച്ചു പറയുകയാ. ഇനി ആരെങ്കിലും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ച് ഈ ജലത്തിൽ സ്നാനമേൽക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇതാകുന്ന രക്ഷാ ദിവസം അവർക്കും കടന്നു വന്ന് സ്നാനമേൽക്കാനുള്ള അവസരമുണ്ട് എന്ന് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശുശ്രൂഷകനാകുന്ന ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ആർക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ കടന്നു വരാം. ജലം അതിന് സാക്ഷീകരിക്കപ്പെടുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്കായി ഞങ്ങൾ സമയം തരികയാണ്. ആരെങ്കിലും മാനസാന്തരപ്പെടുവാനും മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ താല്പര്യമുണ്ട് എങ്കിൽ കടന്നു വരാം. ഇല്ല എങ്കിൽ ഞങ്ങൾ ആശീർവാദം പറയുക. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ സാക്ഷീകരിക്കപ്പെടുന്ന ജലം ന്യായവിധിക്ക് വേണ്ടി കാരണമാകുവാൻ ഇടയാകാതെ ഇരിക്കേണ്ടതിന് അങ്ങയുടെ വരവിന് മുമ്പ് ഈ പുനിതമാകുന്ന ശുശ്രൂഷ അനുഭവിപ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും വരുന്നാളുകളിൽ ഒരുക്കണമേ അപ്പാ. ജലത്തെ കാണിക്കുന്നത് രക്ഷ പ്രാപിക്കാനുള്ള മുൻകൂറലാണ്. അത് ഈ നാളുകൾ പ്രാപിച്ചെടുക്കാനുള്ള കൃപ. ഈ ജലം വറ്റിപ്പോകുന്നതിന് മുന്നമേ, ഈ സ്രോതസ് അവസാനിക്കുന്നതിന് മുന്നമേ അതിലേക്ക് കടന്നു വന്ന് സാക്ഷി പ്രാപിച്ചുകൊണ്ട് നിത്യത അവകാശമാക്കുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പ്രാർത്ഥന സ്വർഗം കേൾക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.